നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ദാമ്പത്യ ബന്ധത്തിൽ ലൈംഗികത അകാരണമായി നിഷേധിക്കുന്നത് ഒരാൾ മറ്റേയാളോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും ഇത് വിവാഹമോചനം അനുവദിക്കാനുള്ള മതിയായ കാരണമാണ് എന്നും സുപ്രീം കോടതി. ഭർത്താവിന് വിവാഹമോചനം അനുവദിച്ച രാജസ്ഥാൻ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ ഭാര്യ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് സഞ്ജയ് കരോൾ, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹി എന്നിവരുടെ ബെഞ്ച് വിധി പ്രസ്താവിച്ചത്. സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാരായ ഭർത്താവും ഭാര്യയുമാണ് കേസിലെ കക്ഷികൾ. 2007 ഡിസംബറിലായിരുന്നു ഹിന്ദു ആചാരപ്രകാരം ഇവരുടെ വിവാഹം. ഭർത്താവ് രാജസ്ഥാനിലും ഭാര്യ ഗുജറാത്തിലുമായിരുന്നു ഡോക്ടറായി ജോലി ചെയ്തിരുന്നത്. ബന്ധത്തിൽ കുട്ടികളില്ല. 2009 ഭർത്താവ് വിവാഹമോചനത്തിന് പരാതി നൽകുന്നത്. 2 വർഷത്തെ ദാമ്പത്യത്തിനിടെ ഭാര്യ 2-3 മാസം മാത്രമേ തന്നോടൊപ്പം കഴിഞ്ഞിട്ടുള്ളൂ എന്നും ലൈംഗിക ബന്ധം തുടർച്ചയായി നിഷേധിച്ചു എന്നും ഭർത്താവ് ആരോപിച്ചു. എന്നാൽ കുടുംബ കോടതി ഭർത്താവിന്റെ വിവാഹമോചന ആവശ്യം തള്ളി. തുടർന്ന് രാജസ്ഥാൻ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് ഭാര്യ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭർത്താവിനെ താൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നും ദാമ്പത്യം തുടരാൻ തയ്യാറാണ് എന്നായിരുന്നു ഭാര്യയുടെ വാദം. എന്നാൽ ദാമ്പത്യം മുന്നോട്ടു പോകാനുള്ള ആത്മാർത്ഥത യാതൊരു ശ്രമവും ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഭർത്താവ് വാദിച്ചു. 15 വർഷത്തിനിടെ ഏതാനും മാസങ്ങൾ മാത്രമേ ഒരുമിച്ചിട്ട് കഴിഞ്ഞുള്ളൂ. പരസ്പര വിശ്വാസം, സൗഹൃദം, ദാമ്പത്യ ജീവിതം എന്നിവ കെട്ടിപ്പടുക്കുന്നതിൽ പരാജയപ്പെട്ടു. ലൈംഗിക ബന്ധം തുടർച്ചയായി നിഷേധിച്ചു. ഒരുമിച്ചുണ്ടായിരുന്ന ദിവസങ്ങളിൽ ഭാര്യ മുറി പൂട്ടി നേരത്തെ ഉറങ്ങും. ഭർത്താവ് വാതിൽ മുട്ടിവിടിച്ചിട്ടും തുറക്കാൻ ഭാര്യ തയ്യാറായിരുന്നില്ല. തുടർന്ന് മറ്റു മുറിയിലാണ് താൻ ഉറങ്ങിയിരുന്നു എന്നും ഭർത്താവ് പറഞ്ഞു. ഇക്കാര്യം ഭാര്യ നിഷേധിച്ചില്ല. മതിയായ കാരണമില്ലാതെ നീണ്ട കാലയളവിൽ ലൈംഗിക ബന്ധത്തിനെ വിസമ്മതിക്കുന്നത് പങ്കാളിയോടുള്ള ക്രൂരതയാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇത് പങ്കാളിക്ക് കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ദാമ്പത്യ ബന്ധത്തിന്റെ അടിത്തറയെ തകർക്കുകയും ചെയ്യുന്നുവെന്നാണ് വിവിധ കോടതികൾ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ദാമ്പത്യ ബന്ധത്തിലെ അവകാശങ്ങളെ ദാമ്പത്യ ബന്ധത്തിലെ കടമകളിൽ നിന്ന് വേർപ്പെടുത്തി കാണാൻ കഴിയില്ല. പരസ്പര ബഹുമാനം, ഒരുമിച്ചുള്ള പ്രതീക്ഷകൾ, വൈകാരിക പിന്തുണ, വിശ്വസ്തത, ഉത്തരവാദിത്യം, പരിചരണം എന്നിവയിലൂന്നിയ ഒരു പങ്കാളിത്തമാണ് വിവാഹമെന്നും വിവാഹമോചന വിധി പ്രസ്താവിക്കുകയാണ് കോടതി നിരീക്ഷിച്ചത്.